ഇത്തവണത്തെ അസംബ്ലി ഇലക്ഷനിലെ ഏറ്റവും വലിയ കോമഡിക്കാർ നമ്മുടെ ചക്കക്കാരായിരുന്നു. വ്യാപകമായി ചക്കക്കാരുണ്ടാക്കിയ തമാശകൾ കഴിഞ്ഞ ദിവസം കുറച്ച് ടീനേജ് കുട്ടികൾ ഒരിടത്തിരുന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടു. സത്യത്തിൽ കിറ്റക് സാബു വലിയ വ്യവസായിയും വെട്ടിപ്പിടുത്തക്കാരനും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചിട്ട് അവസാന നിമിഷം ഈ NDA മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എത്ര ഗൗരവമായാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു 900 മണ്ഡലങ്ങൾ അങ്ങ് സാബുവിന് കൊടുത്തത്. സാബു പിന്നെ ഓടി നടന്ന് കുറേ പേരെ കൊണ്ടുവന്ന് അവരെല്ലാവരും റോഡ് ഷോ നടത്താനായി വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് ഈ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് തപ്പുന്നത്. കുറച്ച് പേര് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് പേര് ചക്കയും പിടിച്ചുകൊണ്ട് തുള്ളി. പിന്നെ വേറെ ചിലർ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ ചക്കേ എന്ന് അയലത്തുള്ളവർ വിളിക്കുകയും ചക്ക MLA എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് MLA ആകും എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ നമ്മുടെ മാരാർജി ഈ ചർച്ചയിലൊക്കെ പറഞ്ഞു, ഈ റിപ്പോർട്ടറിൽ ഈ വോട്ടെണ്ണുന്നതിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്നു എന്ന് നമ്മുടെ അരുൺകുമാർ പറയുന്നത് കേട്ട് സായുജ്യമടയുന്നതിൻ്റെ ചർച്ചയുമൊക്കെ നടത്തി. ഇപ്പോൾ മാരാർ തന്നെ മടുത്തു തുടങ്ങി. മാരാർ മടുക്കുന്ന ആളാണ്, വളരെ പെട്ടെന്ന് മടുക്കുന്ന ആളാണ്. മനം മാറുന്നതിൽ മാരാരെപ്പോലെ ഇത്രയും മനോസുഖമുള്ള, മടിയില്ലാത്ത, മനതാരിൽ എപ്പോഴും മനക്കോട്ട കിട്ടുന്നതിൽ മന്നനാണ് നമ്മുടെ അഖിൽ മാരാർ. അഖിൽ മാരാരുടെ ഒരു പോസ്റ്റ് ഈ പറഞ്ഞതുപോലെ മനം മടുത്തതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംഗതി എന്താണെന്നറിയോ? സമരമെന്നത് കേവലം ഒരു ഷോ ആയി മാറിയാൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സമൂഹത്തിൽ വിഡ്ഢികളായി മാറും. കേരളത്തിൽ പുതിയതായി അധികാരത്തിലെത്തിയ സർക്കാരിന് 1 മാസത്തെ കൂളിംഗ് പീരീഡെങ്കിലും പ്രതിപക്ഷം ആദ്യം നൽകണം. ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാനും മുൻ സർക്കാരുകൾ തീറ്റിപ്പോറ്റിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ജനകീയ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരെ കണ്ടെത്താനും മറ്റും മാന്യമായ സമയം നൽകുക. ഈ സർക്കാർ ഞങ്ങളെ ചതിക്കുകയാണെന്ന് ജനങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നതാണ് ജനകീയ സമരം. അല്ലാതെ കാവൽ മുഖ്യമന്ത്രിയായി പിണറായി തുടരുമ്പോൾ മന്ത്രിസഭാ രൂപീകരണം പോലും നടക്കാതെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് സമരമെന്ന് പറഞ്ഞ് സമരങ്ങളുടെ വില കളയാതിരിക്കുക എന്ന് അനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സമര പോരാട്ട വീര്യങ്ങളിലൂടെ മധ്യ കേരളത്തെയും തെക്കൻ കേരളത്തെയും വടക്കൻ കേരളത്തെയും മുൾമുനയിൽ നിർത്തിയ ഒരു സമര പോരാളിയാണ് ഈ പ്രഖ്യാപിക്കുന്നത്. ഭരണപക്ഷത്തെക്കാൾ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് യുദ്ധം മൂലം ലോകത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ തിരിച്ചറിയാതെ കേന്ദ്രമെടുക്കുന്ന നടപടികളെ എതിർക്കുന്നവരും ചെയ്യുന്നത്. ഇത് പെയിൻ്റ് അടിക്കുക. ലാസ്റ്റേ മറ്റേത് ഒരു ചൂണ്ട, ഇത് വേറൊരു ചൂണ്ട. നരേന്ദ്രമോദിജിയുടെ ഭരണം സൃഷ്ടിച്ച പ്രതിസന്ധിയല്ല, മറിച്ച് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് തിരിച്ചറിയാനുള്ള ബോധം വേണം. മാരാരെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോൾ പെട്രോൾ വിലയും ഇന്ധന വില കുറഞ്ഞായിരുന്നോ മാരാരെ അന്നേരം കുറഞ്ഞില്ലല്ലോ മാരാരെ. അതല്ലേ മാരാരെ പറയുന്നത്? കൂടുമ്പം കൂട്ടുകയും കുറയുമ്പോൾ കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് യുദ്ധം മൂലമല്ലല്ലോ മാരാരെ. പൊതുമധ്യത്തിൽ ഇറങ്ങിയുള്ള അനാവശ്യ സമരങ്ങൾ ജനത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന് അഖിൽ മാരാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ അഖിൽ മാരാർ വളരെ പെട്ടെന്ന് തന്നെ ആ ചക്കയുടെ ഷോക്കിൽ നിന്ന് മാറി ഇനി ചക്കക്കുരുവിൻ്റെയും ചുളയുടെയും കഥകൾ പറഞ്ഞ് ജനങ്ങളെ ഉത്ബുദ്ധരിച്ച് സമുദ്ധരിച്ച് ശക്തിപ്പെടുത്തി രംഗത്ത് വരാൻ ശ്രമിക്കുകയാണ്. മാരാർ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ സംസ്ഥാനത്തെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വണ്ടിയിലെങ്കിലും കയറി കൊട്ടാരക്കര ഇറങ്ങി ആരെയെങ്കിലുമൊക്കെ ചുറ്റിനും നോക്കി ഒന്ന് വീമ്പെങ്കിലും കാണിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും സ്വാഹ. ഇനിയിപ്പോൾ പോസ്റ്റിട്ട് ജീവിതകാലം മൊത്തം ഇങ്ങനെ തീർക്കുക, അത് മാത്രമേ ഉള്ളൂ ഗതി.